ഇനി പോകുന്നത് കൊടുവള്ളിയിലേക്കാണ്. കൊടുവള്ളിയിൽ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി നിലപാട് തള്ളി യൂത്ത് ലീഗ്. സംസ്ഥാന നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്നും ആര് സ്ഥാനാർത്ഥിയായാലും കൊടുവള്ളിയിലെ ലീഗുകാർ വിജയിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം നസീഫ് മീഡിയ വണിനോട് പറഞ്ഞു. മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരെയും ജയിപ്പിച്ച ചരിത്രമാണ് കൊടുവള്ളിയുടേതെന്നും നസീഫ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് തീരുമാനിക്കുന്നത് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആരെയാണോ തീരുമാനിക്കുന്നത് അവരെ അതാരായാലും ആ സ്ഥാനാർത്ഥിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കൊടുവള്ളി തയ്യാറാണ്. അതാണ് പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ നയം. തീർച്ചയായും കൊടുവള്ളിയിൽ നേരത്തെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്, ജനാധിപത്യ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കൊടുവള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല കഴിവുറ്റ ഒട്ടനവധി ആളുകൾ ഇവിടെ മത്സരിക്കാൻ തയ്യാറാവുന്ന ആളുകളുണ്ടാവാം. പക്ഷെ പാർട്ടി ഇലക്ഷൻ അടുക്കുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാൻ മണ്ഡലം കമ്മിറ്റികൾക്കോ ജില്ലാ കമ്മിറ്റികൾക്കോ ഒന്നും അധികാരമല്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ പരമാധികാരി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹവും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ അടങ്ങുന്ന വലിയ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ് അന്തിമമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, കൊടുവള്ളിക്കാരനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ളതായിരുന്നു ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ യൂത്ത് ലീഗിന് വ്യത്യസ്ത ആശയമാണുള്ളത്. കൊടുവള്ളിയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്നൊരു തീരുമാനം മണ്ഡലം കമ്മിറ്റി എടുക്കുകയും അത് സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്ത് മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ KM ഷാജി, PK ഫിറോസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കൊടുവള്ളിയിൽ നിലവിൽ ചർച്ച ചെയ്തത്. ആ ഒരു തീരുമാനത്തിനെതിരെ അവിടെ ഔദ്യോഗികമായിട്ട് തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു തീരുമാനം വരികയും മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കാരാട്ട് റസാഖിൻ്റെയും PT റഹീമിൻ്റെ ഒക്കെ പേരുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടവരുത്തിയിരുന്നു. ഇതിനിടയ്ക്കാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഈ തീരുമാനത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നത്. M നസീഫ് കൊടുവള്ളി മണ്ഡലത്തിന്റെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പറയുന്ന കാര്യം വെച്ചാൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന ആളായാണെങ്കിൽ പോലും പ്രശ്നമല്ല, സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന ആളിനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അവിടുത്തെ ദൗത്യം. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം കൂടി കൊടുവള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടുമായി മണ്ഡലത്തിൽ നിന്ന് ആൾ വേണം നിലപാടുമായി പോകേണ്ടതില്ല എന്ന് പറയുന്നു. മണ്ഡലത്തിനകത്ത് നിരവധി നേതാക്കൾ, കഴിവുള്ള നേതാക്കൾ, MLA ആവാനുള്ള കഴിവുള്ള നേതാക്കളുണ്ട് എന്ന് നസീഫ് അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിൽ തീരുമാനമെടുക്കേണ്ടത് മണ്ഡലം കമ്മിറ്റിയൊന്നുമല്ല, സംസ്ഥാന നേതൃത്വമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അവർക്ക് വേണ്ടി ലീഗുകാർ പൂർണ്ണമായി തന്നെ രംഗത്തിറങ്ങുമെന്നാണ് നസീഫ് പറയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ കൊടുവള്ളിയിൽ കൃത്യമായ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട്. മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ സ്ഥാനാർത്ഥി വേണമെന്ന് മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ അത് മണ്ഡലം നിലവിലെ പ്രസിഡന്റ് VM ഉമർ മാസ്റ്റർ, അതായത് മുൻ MLA കൂടിയാണ് അദ്ദേഹം അധ്യക്ഷനായ യോഗമാണ് അതിൽ തീരുമാനമെടുക്കുന്നത്. ആ ഘട്ടത്തിൽ MA റസാഖ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറി AP മജീദ് മാസ്റ്റർ ഒന്നും യോഗത്തിൽ പങ്കെടുത്തെന്ന് വെച്ചാൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അകത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വേണമെന്നും അല്ലെങ്കിൽ പുറത്ത് ഏത് നേതാവായാലും മതി എന്നുള്ള രീതിയിലേക്ക് കൊടുവള്ളിയിൽ ലീഗുകാർ രണ്ട് തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട്. എന്തായാലും യൂത്ത് ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു. ഏത് സ്ഥാനാർത്ഥി വന്നാലും അത് KM ഷാജി ആണെങ്കിലും PK ഫിറോസ് ആണെങ്കിലും സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങും. MK മുനീർ നിലവിൽ പുറത്തു വന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് കൂടി നസീഫ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കുന്നു. സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്.